ചുറ്റിനും പലതും കാണുമ്പോൾ, ഇപ്പോൾ റോഡിൽ കുഴി കാണുമ്പോൾ, അല്ലെങ്കിൽ വേസ്റ്റ് കൂന കൂട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ, പത്രത്തിൽ പല പല കേസുകൾ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് പ്രതികരിക്കണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിൽ പോലും പ്രതികരിക്കാറില്ല, അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയാറില്ല. എന്നാൽ ഒരു പാട്ടിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് നെല്ലിക്കാത്തളം എന്ന ഈ മ്യൂസിക് ആൽബം. സോ ഗോ അഹെഡ് ആൻഡ് വാച്ച് ടുഡേസ് ബെസ്റ്റ് ഓഫ് ദി വീക്ക്, നെല്ലിക്കാത്തളം. ഒരു കഥ ഞാൻ പറയാം, ഒരു ഗാനം പാടാം, വരിഞ്ഞുകെട്ടിയ മനസ്സിൻ പൂട്ടുകൾ പൊട്ടിച്ചെറിയാം. ഒരു കഥ ഞാൻ പറയാം, ഒരു ഗാനം പാടാം, വരിഞ്ഞുകെട്ടിയ മനസ്സിൻ പൂട്ടുകൾ. ഒരിക്കൽ ഒരിടത്ത് രാജാവും കുറെ മന്ത്രിമാരും നാട് ഭരിച്ച കാലം. ഒരു മന്ത്രി പരാക്രമി, ഒരു മന്ത്രിയോ തമാശക്കാരൻ, ഒരു മന്ത്രി അഹങ്കാരി, ഒരാൾ മണ്ടനും. ദാരിദ്ര്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. ഗതികേടിൻ കാലം, ഇത് ഗതികെട്ടൊരു കാലം, വഴിമുട്ടിയ കാലം, കലികാലം. ഗതികേടിൻ കാലം, ഇത് ഗതികെട്ടൊരു കാലം, വഴിമുട്ടിയ കാലം, കലികാലം. നോക്കുകുത്തികളായി കോലം കെട്ടിയോരായി നമ്മൾ കോമാളികളായി നോക്കി നിൽക്കും കാലം. നോക്കുകുത്തികളായി കോലം കെട്ടിയോരായി നമ്മൾ കോമാളികളായി നോക്കി നിൽക്കും കാലം. പ്രജകൾ ഉണർന്നു ചിന്തിച്ചു. അവർ കൊട്ടാരം വൈദ്യന്റെ തുണ തേടി. വൈദ്യൻ രാജാവിനും മന്ത്രിമാർക്കും നെല്ലിക്കത്തളം ചികിത്സ വിധിച്ചു. വിധി രാജാവും മന്ത്രിമാരും സുഖ ചികിത്സയായി എടുത്തു. പ്രജകളുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ. മരുന്ന് ഫലിച്ചില്ല. മാത്രമല്ല, അവർ പ്രജകൾക്ക് ഏതോ മാറാ രോഗമുണ്ടെന്ന് പറയാനും തുടങ്ങി. പ്രജകൾ വേറെ എന്ത് ചെയ്യാൻ? ഒരു നല്ല നാളെയുടെ വരവിനായി അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഗതികേടിൻ കാലം, ഇത് ഗതികെട്ടൊരു കാലം, വഴിമുട്ടിയ കാലം, കലികാലം. ഗതികേടിൻ കാലം, ഇത് ഗതികെട്ടൊരു കാലം, വഴിമുട്ടിയ കാലം, കലികാലം. നോക്കുകുത്തികളായി കോലം കെട്ടിയോരായി നമ്മൾ കോമാളികളായി നോക്കി നിൽക്കും കാലം. നോക്കുകുത്തികളായി കോലം കെട്ടിയോരായി നമ്മൾ കോമാളികളായി നോക്കി നിൽക്കും കാലം. ഇപ്പോൾ കിട്ടിയ വാർത്ത. പഞ്ചനക്ഷത്രത്തിന്റെ യുക്തി എന്തെന്ന് രാജാവിനോട് ദൈവം. രാജാവിന്റെയും ശിങ്കിടി മന്ത്രിമാരുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കരുതെന്നും ദൈവം ആവശ്യപ്പെട്ടു. രാജാവിന് ഒരു നീതി, ജനങ്ങൾക്ക് വേറൊരു നീതി എന്നത് അംഗീകരിക്കാനാവില്ലെന്നും ജനങ്ങൾക്ക് വേണ്ടി വാദിച്ച പ്രതികരിക്കുന്നവൻ ചൂണ്ടിക്കാണിച്ചു. മഹാന്മാർ പറഞ്ഞതുപോലെ ചിലരുടെ ആവശ്യം ചിലരുടെ അനാവശ്യമാണെന്നും ചിലരുടെ അനാവശ്യങ്ങൾ ചിലരുടെ ആവശ്യമാണെന്നും മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നതാണ് ഉചിതമെന്നും ദൈവം പറഞ്ഞു. ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിത നിലവാരത്തിനും വിലങ്ങുതടിയാവുന്ന തെരുവുനായ ശല്യം, ചവർ കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, റോഡുകളുടെ ശോച്യാവസ്ഥ, ആശുപത്രികളുടെ ശുചിത്വമില്ലായ്മ, മലമൂത്ര വിസർജനത്തിന് പോകാൻ പോലും സൗകര്യമില്ലാത്ത പൊതുസ്ഥലങ്ങൾ, ആഹാര സാധനങ്ങളുടെ ഗുണനിലവാരമില്ലായ്മ, പ്രത്യേകിച്ച് പച്ചക്കറികളുടെ വിഷം, ഇറച്ചി ഉൽപ്പന്നങ്ങളുടെ രാസപദാർത്ഥങ്ങൾ, നിലവാരമില്ലാത്ത അറവുശാലകളും ശ്മശാനങ്ങളും, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന അഴിമതികൾ, മാഫിയ സംഘങ്ങൾ, ചില ഊർജ സ്രോതസ്സുകൾ എന്നിവയ്ക്കെതിരെ ന്യായമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവം കർശന നിർദ്ദേശം രാജാവിനും മന്ത്രിമാർക്കും നൽകി. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്തവന്മാരും കഴിവുകെട്ടവന്മാരും പകൽമാന്യന്മാരുമായ രാജാവിനെയും മന്ത്രിമാരെയും ഉടനടി നെല്ലിക്കത്തളം തലയിൽ വെച്ച് പടിയടച്ച് പിണ്ടം വെച്ച് നാട് കടത്തണമെന്ന് ദൈവം കൽപ്പിച്ചു. Idea 3G presents Kappa TV Shoot and Idea Contest Season 2 powered by Fiyama Devilsile. Best of the week, still photograph coming up.